നമ്മുടെ പ്ലാനിങ് ഫുള്ള് തെറ്റുന്നത് മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് കേട്ടോ. ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് 12:00 ശനിയാഴ്ച 12:00 PSCDക്ക് പോകണം എങ്കിലും അപ്പോഴത്തേനും ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നൈഷുവിന് നല്ല പനിയും ജലദോഷമായിട്ട് ഇന്നലെ നേരം വെളുക്കോളം ഉറങ്ങിയിട്ടില്ല. നേരെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ സാധാ പനിയാണ്, മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് വന്ന് ഞാൻ ലഞ്ചിനുള്ളത് തുടങ്ങണേ ഉള്ളൂ. രാത്രിക്കൊക്കെ ഇന്ന് ഫുഡ് വേണ്ട കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ഒരു ഉച്ചക്ക് തട്ടിക്കൂട്ടാണ്. മുരിങ്ങക്കറിയും വെച്ച് മീനും പൊരിച്ച് പയറുപ്പേരും വെച്ച് ഞാൻ നേരെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ അപ്പോൾ കഴിക്കാൻ തോന്നിയില്ല. പിന്നെ ഒരു 2:30 ആയപ്പോൾ വിശപ്പ് തുടങ്ങി, ഭയങ്കര വിശപ്പ്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി നേരെ സായ ബേക്കറിയിൽ പോയിട്ട് ഒരു വെജ് സാൻഡ്വിച്ചും ലൈമും കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയി കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇന്നല്ല, പണ്ട് മുതലേ ഇഷ്ടമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് അതിനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒറ്റയ്ക്കൊക്കെ പോയി കഴിക്കുന്നത് മോശമല്ലേ, വേറെയുള്ളവർ എന്ത് വിചാരിക്കുക, ഓരിനെ പറ്റി എന്തെങ്കിലും മോശം പറയുമോ, അങ്ങനെയൊക്കെ ഒരു തോട്ട് ഭയങ്കരമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒറ്റയ്ക്ക് പോയി കഴിക്കണം തോന്നുമ്പോൾ ഞാൻ പോയി കഴിക്കാറുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും പറയാൻ ആളുകൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവർ പറയുമോ എന്ന് പേടിച്ചൊരു കാര്യം ചെയ്യാതിരിക്കണേനേക്കാൾ നല്ലത് ചെയ്തിട്ട് അവർ പറഞ്ഞോട്ടെ. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, സത്യം പറയാലോ. വേറുള്ളവരുടെ വാക്കുകളെയും എക്സ്പ്രഷനൊന്നും കൂടുതൽ വില വെക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ധൈര്യം കിട്ടാനുണ്ട്. പിന്നെ നമ്മളിത് ചെയ്യുക, അവരിങ്ങനെ കുറ്റം പറയുക, അപ്പോൾ നമുക്കതൊരു രസമായിട്ട് മാറും. അവരൊന്ന് പറയട്ടെ, അവരെത്ര പറയുന്നു നോക്കാം, ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ഫീലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടമുണ്ടായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി അത് മാറ്റി വെക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല അടിപൊളി, നമുക്ക് നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ പാവങ്ങളല്ലേ, ഈ വിഷയദാരിദ്ര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പറ്റൂലല്ലോ. അവർ നമ്മളെ പറ്റി സംസാരിക്കട്ടെ, ടോപ്പിക്കുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കിന്നൊരു കല്യാണം ഉണ്ട്. എനിക്കറിയില്ല പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. നൈഷുവിന് വയ്യ, അപ്പോൾ നോക്കട്ടെ, അവളുടെ ഇതിനനുസരിച്ച് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ സ്കൂളിലെ റിസ്വാന ടീച്ചറുടെ അനിയൻ്റെ കല്യാണമാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാക്കുൻ്റെ അമ്മാൻ്റെ എന്തോ റിലേഷനും ഉണ്ടോ, അപ്പോൾ എല്ലാവർക്കും കൂടി കല്യാണമുണ്ട്. കല്യാണത്തിന് പോയിട്ടില്ലെങ്കിൽ റിസ്വാൻ എന്നെ കൊല്ലും. അതൊക്കെ നല്ലോണം മൈൻഡിലുണ്ട്. എനിക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട്. ഞാനതിന് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ കുട്ടിയുടെ പനി മാറട്ടെ, പോവാൻ പറ്റട്ടെ.